നമസ്കാരം. കുട്ടികൾക്കെതിരെ പോലും കണ്ണില്ലാത്ത ക്രൂരത നടക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബീഹാറിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു യുവാവ് തല്ലിക്കൊന്നത് സ്വന്തം ചോരയിൽ പിറന്ന 3 കുഞ്ഞുങ്ങളെയാണ്. പ്രയാഗ്രാജിലാകട്ടെ മുൻവൈരാഗ്യത്തിന്റെ പക 8 വയസ്സുകാരിയായ കുഞ്ഞിനു മേലാണ് അമ്മാവൻ തീർത്തത്. ഇത്തരത്തിൽ പുറത്തു വരാത്ത എത്രയെത്ര സംഭവങ്ങളാകും നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇത്തരം ക്രൂരതകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? വിശദമായി നമുക്ക് നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. മെയ് 16-ന് ഗുജറാത്തിലെ വൽസാദ് പോലീസിന് കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ അഴുകി തുടങ്ങിയ ഒരു മൃതദേഹം ലഭിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വൽസാദ് ജില്ലയിലെ അതുൽ റെയിൽവേ സ്റ്റേഷന് സമീപം 3 ദിവസം മുൻപാണ് കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിൽ അഴുക്കുചാലിൽ നിന്നും പോലീസിനൊരു മൃതദേഹം ലഭിക്കുന്നത്. തുടക്കത്തിൽ കൊല്ലപ്പെട്ടതാരെന്നോ എന്തെന്നോ പോലും കണ്ടെത്താൻ പോലീസിന് സാധിക്കാതിരുന്ന കേസിൽ കൊല്ലപ്പെട്ടയാളുടെ വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊല്ലപ്പെട്ടത് മായാദേവി പീതാംബർ പസ്വാൻ എന്ന യുവതിയാണ്. കൊന്നതാകട്ടെ ഇവരുടെ മുൻ മരുമകനായ ഭോജ് കുമാർ പാസി എന്ന യുവാവ്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ മായാദേവി അതുൽ എന്ന യുവാവിന്റെ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മായാദേവിയുടെ മുൻ മരുമകനായ ഭോജ് കുമാർ ഇടയ്ക്കിടെ ഇവിടെ വന്നു പോകാറുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ പോലീസ് ഭോജ് കുമാറിനെ നിരീക്ഷിക്കുകയും ഒടുവിൽ പിടികൂടുകയും ചെയ്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഭോജ് കുമാർ നടത്തിയ കുറ്റസമ്മതം കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. പ്രതി 2023-ലാണ് മായാദേവിയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. വിവാഹശേഷം ഇരുവരും മഹാരാഷ്ട്രയിലെ ബോയ്സറിലാണ് താമസിച്ചിരുന്നത്. ഈ സമയത്ത് മരുമകനും അമ്മായിയമ്മയും, അതായത് ഭോജ് കുമാറും മായാദേവിയും തമ്മിൽ പ്രണയത്തിലായി. എന്നാൽ ഈ ബന്ധം ഏറെ നാളൊന്നും നീണ്ടുനിന്നില്ല. മകൾ ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിയുകയും ഭോജ് കുമാറുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. മകളുടെ വിവാഹമോചനത്തിന് ശേഷമാണ് മായാദേവി അതുൽ എന്ന യുവാവിനൊപ്പം താമസമാക്കിയതും അവിടെ തന്നെ ജോലി ചെയ്യാൻ ആരംഭിച്ചതും. വിവാഹമോചനം നേടിയ ശേഷം ഭോജ് കുമാർ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു. അപ്പോഴും ഈ മായാദേവി ഭോജ് കുമാറിനെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു, തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട്. അവസാനം മായാദേവി ഭോജ് കുമാറിന്റെ പുതിയ ഭാര്യയെ വിളിച്ച് അവർ തമ്മിലുള്ള വിവാഹേതര ബന്ധത്തെക്കുറിച്ച് അറിയിച്ചു. അമ്മായിയമ്മയായിരുന്ന മായാദേവിയുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഒടുക്കം ഭോജ് കുമാർ അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുള്ള പദ്ധതിയും അവൻ തന്നെ തയ്യാറാക്കാൻ ആരംഭിച്ചു. അങ്ങനെ മെയ് 14-ന് ജോലിക്കെന്ന വ്യാജേന വൽസാദിലെത്തിയ ഭോജ് കുമാർ സമീപത്തെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗർണാലയിലേക്ക് മായാദേവിയെ വിളിച്ചു വരുത്തി. അവിടെ വെച്ചും തന്നെ വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം മായാദേവിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വിവാഹത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പ്രകോപിതനായ ഭോജ് കുമാർ ആദ്യം മായാദേവിയുടെ നെഞ്ചിലിടിക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ മരണം ഉറപ്പിക്കാൻ അയാൾ സമീപത്തെ മോട്ടറും കല്ലും ഉപയോഗിച്ച് മായാദേവിയുടെ തലയിൽ ക്രൂരമായി പലതവണ അടിച്ച് പരിക്കേൽപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം മായാദേവിയുടെ കൈകളും കാലുകളും കഴുത്തും അവരുടെ തന്നെ സാരി കൊണ്ട് കെട്ടി ഒരഴുക്ക് ചാലിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. એક સ્ત્રી અજાણી સ્ત્રી હતી કે જેની લાશ હતી એ થોડી ડીપોઝ થવાની ચાલુ થઈ હતી, તો એને હાથ સાડીથી એના હાથ પગ બાંધેલા હતા અને એને થોડું માથામાં આપણી ઈજા હતી અને લોહી હતું. તો તે બાબતે વલસાડ રૂરલ પોલીસ સ્ટેશનની અંદર BNS કલમ 103(1) મુજબનો ગુનો દાખલ કરી અને તપાસ છે એ સિનિયર PI સંભાળી લીધેલી હતી. આ અજાણી સ્ત્રીની લાશ હોય એ
ગુનોને ડિટેક્ટ કરવા માટે વલસાડ રૂરલ પોલીસ સ્ટેશન ઉપરાંત એલસીબીની અલગ અલગ ટીમો બનાવી અને કાર્યવાહી શરૂ કરવામાં આવી હતી અને તે અનુસંધાને આ જે અજાણી સ્ત્રીના જે મૃતદેહના ફોટો છે તે આજુબાજુની અંદર વિસ્તારમાં લઈને સર્ચ કરતા આ જે સ્ત્રી છે એ માયાદેવી પાસવાન તરીકેની ઓળખ થતી રહી હતી, જે અતુલની અંદર ગાર્ડનર તરીકે કોન્ટ્રાક્ટરી છૂટક મજૂરી કરતી હતી. ലഭിച്ച സാങ്കേതിക വിശകലനവും CCTV ദൃശ്യങ്ങളുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സഹായകമായത്. നിലവിൽ പ്രതിയായ ഭോജ്കുമാർ രമേഷ് കുമാർ പാസിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ സങ്കീർണമായ ഒരു കേസായിരുന്നു വൽസാദ് ലോക്കൽ ക്രൈം പോലീസ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചത്. പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബീഹാറിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു യുവാവ് ക്രൂരമായി കൊലപ്പെടുത്തിയത് തന്റെ കുടുംബത്തെ ഒന്നടങ്കമാണ്. സ്വന്തം ഭാര്യയെയും 3 കുട്ടികളെയും ക്രൂരമായി അടിച്ചുകൊന്ന അയാളുടെ മാനസികാവസ്ഥ എന്താകും? സ്വന്തം മക്കളെ പോലും കൊല്ലാൻ അയാൾ തീരുമാനമെടുത്തതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ബീഹാറിലെ ദർഭംഗയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സന്ദീപ് ദാസ് എന്ന യുവാവ് കൊന്നൊടുക്കിയത് 3 മക്കളെയും സ്വന്തം ഭാര്യയുമാണ്. ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ പടോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചന്ദൻപട്ടി ഗ്രാമത്തിലായിരുന്നു സന്ദീപ് ദാസും 27-കാരിയായ ഭാര്യ ഫൂൽകുമാരി ദാസും അവരുടെ 7ഉം 6ഉം 5ഉം വയസ്സുള്ള മക്കളും താമസിച്ചിരുന്നത്. പശ്ചിമ ബംഗാളിലെ ദാൽക്കോളയിൽ നിന്ന് ജോലിക്കായി ദർഭംഗയിലെത്തിയ കുടുംബമായിരുന്നു ഇവരുടേത്. മുൻപ് ഹരിയാനയിൽ ജോലി ചെയ്തിരുന്ന സന്ദീപ് മികച്ച വരുമാനം തേടിയാണ് കുടുംബവുമൊത്ത് 1 മാസം മുൻപ് ദർഭംഗയിലേക്ക് എത്തിയത്. ദർഭംഗയിൽ ഒരു കോഴി ഫാമിലായിരുന്നു സന്ദീപിന് ജോലി. അവിടെ തന്നെ ഒരു മുറിയിലായിരുന്നു കുടുംബവുമൊത്ത് അയാൾ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് സന്ദീപും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം തർക്കത്തിലായത്. തർക്കത്തിനൊടുവിൽ ദേഷ്യം സഹിക്കാനാകാതെ വന്നതോടെ സന്ദീപ് മുറിയുടെ വാതിൽ അകത്തു നിന്ന് പൂട്ടി. പിന്നീട് സമീപത്തുണ്ടായിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് സ്വന്തം മക്കളെയും ഭാര്യയെയും അയാൾ ക്രൂരമായി ആക്രമിച്ചു. ഇരുമ്പുവടി കൊണ്ടുള്ള അയാളുടെ ആ ആക്രമണം 3 മക്കളും ഭാര്യയും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഫൂൽകുമാരിയുടെയും മക്കളുടെയും കരച്ചിൽ കേട്ട ഫാമിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തി കുട്ടികളെയും അമ്മയെയും ഉടൻ തന്നെ ദർഭംഗ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവർ അപ്പോഴേക്കും മരിച്ചിരുന്നു. കാരണം അത്രയ്ക്കും മാരകമായായിരുന്നു അയാൾ അവരെ ആക്രമിച്ചത്. അതേസമയം തന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ സന്ദീപ് ഒടുക്കം സ്വയം ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിടത്താണ് അയാളുടെ മാനസിക നില എത്രത്തോളം താളം തെറ്റിക്കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. സന്ദീപിനെ പരിക്കേറ്റ നിലയിൽ പോലീസ് പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഇയാളും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് കൂടി പോകാം. ऐसे मेरे को लग रहा था कि मेरे को खाने में मिला के कुछ खिला रहा है। मुझसे बात कौन? आपकी पत्नी? अच्छा, खाने में को मिला के खिला रहा है? क्या है, इतना दिन से नहीं खिला रहा था, आज क्या खिला रहा है? कहाँ घर हुआ? घर कहाँ हुआ आपका? बंगाल है। दरभंगा ही घर हुआ? बंगाल है। बंगाल? बंगाल में कहाँ? दाल खोला। സംഭവത്തെപ്പറ്റി ഇങ്ങനെയാണ് സന്ദീപ് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. സംഭവസ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് സംഘവും വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഥലം പൂർണ്ണമായും സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ്, വടി, മറ്റ് പ്രധാന ശാസ്ത്രീയ തെളിവുകൾ എന്നിവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. 4 മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണിപ്പോൾ. പ്രാഥമിക അന്വേഷണത്തിൽ കേസ് പൂർണ്ണമായും ഒരു ഗാർഹിക തർക്കത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് സിറ്റി പോലീസ് സൂപ്രണ്ട് അശോക് ചൌധരി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് എന്തെങ്കിലും മാനസിക രോഗമോ സമ്മർദ്ദമോ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
മരിച്ചയാളുടെ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണിപ്പോൾ പോലീസ്. वेस्ट बंगाल से जो मजदूर लोग आए थे यहीं रुके हुए थे, उसमें एक परिवार में अभी आज सुबह घटना हुआ है, मारपीट हुआ। उसी के क्रम में पति ने और उसका पत्नी और बच्चे को, 3 बच्चे हैं, उनको मारपीट किया था। उसमें पत्नी का यही स्पॉट डेथ हुआ था और बाकी 3 बच्चे को DMCH में भेजा गया था। तो यहाँ इलाज क्रम में उनका भी सभी थाना प्रभारी से सूचना मिल रहा है, तो तुरंत अभी उनका भी डेथ हुआ है। और ये आपसी कला है और 2 दिन पहले से इनका विवाद चल रहा था पति पत्नी के बीच में, उसी क्रम में घटना हुआ। जी जी वहाँ में भेले हैं जी वहाँ में भेले है के काट दल के ककरा से नहीं कहो सर नहीं, हमरा नहीं, के नहीं बौर कन्या के भेले हैं ना जी बोर कन्या के भेले मतलब दुन्नू पति पत्नी? प्राणी के जी दुन्नू प्राणी के भेले पति पत्नी में जी जी तो आपसी विवाद बुझा जी आपसी विवाद है सर। बड़ा दुखद जी बहुत दुखद घटना है सर। ये सब नहीं हुई सर, सुने में आल जे 2-3 गो बच्चो है। हाँ 3 गो बच्चो आर छै। हाँ ओकरो काट दल के जी शायद സംഭവം ഏതായാലും ഗർഭംഗ നാടിനെയും നാട്ടുകാരെയും ഒക്കെ ആകെ ഭയത്തിലാഴ്ത്തിയിരിക്കുകയാണിപ്പോൾ. കൊലപാതകം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ച കാരണമെന്തെന്നും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പ്രയാഗ്രാജിലെ ഒരു ഗ്രാമത്തിൽ ഒരു പിഞ്ചു പെൺകുട്ടിയെ തല്ലിക്കൊന്ന് കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കുത്തിയിറക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ കൊലപാതകം ചെയ്തത് കുട്ടിയുടെ സ്വന്തം അമ്മാവനാണ്. കൊലപാതക കാരണമാകട്ടെ മുൻവൈരാഗ്യവും. പ്രയാഗ്രാജിലെ ബ്യോഹര എന്ന ഗ്രാമത്തിലാണ് 8 വയസ്സുകാരി അവളുടെ അമ്മാവൻ ക്രൂരമായി കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നത്. കുട്ടിയുടെ അച്ഛൻ സുനിൽ കുമാർ ബ്യോഹര ഗ്രാമത്തിൽ തന്നെ കൽപ്പണിക്കാരനായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അമ്മാവൻ മന്നിലാലും അവിടെ പരിസരത്ത് തന്നെ കൽപ്പണിക്കാരനായി ജോലി ചെയ്യുന്ന ആളാണ്. ഈ സുനിൽ കുമാറിന്റെയും മന്നിലാലിന്റെയും വീടുകൾ തമ്മിൽ ഏകദേശം 20 മീറ്ററാണ് ദൂരമുള്ളത്. തിങ്കളാഴ്ച വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുനിൽകുമാറിന്റെ മകൾ 8 വയസ്സുകാരിയായ ജാൻവി. പെട്ടെന്നാണ് അവളെ കാണാതായത്. ജാൻവിയെ കാണാതായതോടെ വീട്ടുകാർ അവൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ വീട്ടുകാർ ഇൻഡസ്ട്രിയൽ ഏരിയ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയും നൽകി. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കമലേഷ് പട്ടേൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമത്തിലെത്തിയ പോലീസ് അവിടുത്തെ സകല വീടുകളും അരിച്ചുപെറുക്കി. ഒടുക്കം പോലീസ് മന്നിലാലിന്റെ വീട്ടിലുമെത്തി. വീട്ടിൽ തെരച്ചിൽ നടത്തിയ പോലീസ് അവിടുത്തെ വൈക്കോൽ മുറിയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. തലയിൽ ഉൾപ്പെടെ മാരകമായ മുറിവുകളുമായി കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കുത്തിയിറക്കി ചോര വാർന്ന നിലയിൽ മരിച്ചു കിടക്കുന്ന ജാൻവിയെയാണ് അവിടെ പോലീസ് കണ്ടത്. कल देर रात थाना औद्योगिक क्षेत्र के गांव के एक व्यक्ति ने सूचना दिया कि उसकी 8-9 वर्ष की बालिका मिल नहीं रही है। इस सूचना पर पुलिस एक्टिव हुई और पुलिस परिजनों के साथ जब बॉडी को ढूंढने लगी तो उसकी बॉडी जो है वादी के ही जो है चाचा के घर में मिली। इस सूचना पे जो है 100 को कब्जे में लेके पंचायतनामा की कार्रवाई करके और बॉडी को PM हेतु भेजा गया है। वादी ने रंजन हत्या का आरोप लगाते हुए अपने चाचा चाची और उसके 2 लड़कों के खिलाफ जो है तहरीर दिया है, जिस सूचना पे उसके चाचा चाची और उसके एक लड़के को गिरफ्तार कर लिया गया है। आगे की विधिक कार्रवाई की जा रही है। मौके पे शांति व्यवस्था कायम। കൊലപാതകി മറ്റാരുമല്ലായിരുന്നു, ജാൻവിയുടെ അമ്മാവൻ മന്നിലാൽ തന്നെയായിരുന്നു. പണ്ടു മുതൽക്കേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സുനിൽ കുമാറിനോടുള്ള പക തീർക്കുകയായിരുന്നു അയാൾ ഈ കൊലപാതകത്തിലൂടെ. പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മന്നിലാല്, ഭാര്യ, 2 ആൺമക്കൾ എന്നിവരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. फोन किया कि बोलता है कि बच्ची मेरे घर में जानवी है। तो प्रार्थी सुनील कुमार के पिताजी ने गए
बच्ची को देखे तो श्री मुन्नालाल जी ने बच्ची आपकी बच्ची है? जी सुनील कुमार आपका नाम जी है? मेरा नाम है। तो बच्ची को देखा गया तो खून में लथपथ थी, जो कि उसको बेरहमी तरीके से धारदार हथियार से मारा गया। കൊലപാതകത്തിന് പിന്നിൽ മന്നിലാൽ മാത്രമാണോ അതോ അയാളുടെ കുടുംബം മുഴുവൻ കൊലപാതകത്തിന് കൂട്ടുനിന്നോ എന്നതൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയെ തല്ലിക്കൊന്ന ശേഷം മരണമുറപ്പിക്കാനായി അവളുടെ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കുത്തിയിറക്കുകയാണ് ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ അയാളുടെ മാനസികാവസ്ഥ ഇപ്പോഴും വലിയൊരു ചോദ്യമായി ബാക്കിയാവുകയാണ്. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ ഒരു യുവാവ് തന്റെ ഭാര്യയുടെ വീടിന് മുൻപിൽ വെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നിർണായകമായിരിക്കുന്നത് യുവാവ് അവസാനമായി നൽകിയ മൊഴിയാണ്. ഇതൊരു കൊലപാതകമാണെന്ന സൂചനകൾ ലഭിക്കുമ്പോഴും ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ദിബാൻഷ് ചൗധരി എന്ന യുവാവാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെയാണ് ജഹാംഗീർപുരിയിലെ ഒരു വീട്ടിൽ നിന്നും മഹേന്ദ്ര പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ ലഭിക്കുന്നത്. ഒരു യുവാവ് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു പോലീസിന് ലഭിച്ച സന്ദേശം. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കണ്ടതാകട്ടെ പൊള്ളലേറ്റ നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ദിബാൻഷ് ചൗധരിയാണ്. പോലീസ് ഇയാളെ പിന്നീട് ബാബു ജഗ്ജീവൻ റാം മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയ്ക്കിടെ ദിബാൻഷ് മരിക്കുകയായിരുന്നു. മരിച്ചയാളും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതേസമയം ദിബാൻഷിന്റെ ഭാര്യ താമസിച്ചിരുന്ന വീടിന്റെ ഉടമയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. തീ പടരുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയായ പരംജീത് കണ്ടത് ശരീരം മുഴുവൻ ഗുരുതരമായി പൊള്ളലേറ്റ് കിടക്കുന്ന ദിബാൻഷിനെയാണ്. ഏകദേശം 10 മിനിറ്റോളം അവിടെ കിടന്നതിന് ശേഷം ദിബാൻഷ് അവരോട് സംസാരിച്ചിരുന്നുവെന്നാണ് വീട്ടുടമ നൽകുന്ന വിശദീകരണം. തന്നെ തന്റെ ഭാര്യയും അമ്മായിയമ്മയും ചേർന്നാണ് തീ കൊളുത്തിയതെന്നും അവർക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ദിബാൻഷ് വീട്ടുടമയോട് പറഞ്ഞിരുന്നത്. കൂടാതെ തന്റെ ഭാര്യയ്ക്ക് 2-3 പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും ദിബാൻഷ് വീട്ടുടമയോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സംഭവത്തെപ്പറ്റി ദിബാൻഷിന്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ അവർ താഴേക്ക് വരാൻ വിസമ്മതിക്കുകയും അയാളെ മരിക്കാൻ വിടണമെന്നുമായിരുന്നു അവരുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൂടാതെ വിവരമറിഞ്ഞ ബന്ധുക്കൾ ആരും ദിബാൻഷിനെ രക്ഷിക്കാനോ ആശുപത്രിയിലെത്തിക്കാനോ മുന്നോട്ട് വന്നതുമില്ല. सोचा कि ऊपर से वो आदमी जलते हुए नीचे आया. जब हमने देखा वो यहाँ से गिर गया नीचे, तो मुझे लगा कि किसी मीटर का शॉर्ट सर्किट हुआ होगा, उससे लग गई होगी. तो हमने उस पर पानी वाली नहीं डाला. हमने जो ऊपर आग लगी थी ना, उसको कपड़ों वपड़ों की उसको बुझाया. फिर वो नीचे आके वो लड़का खुद बोला कि मुझे किसी ने आग लगाई है, मेरे मतलब जो रिलेटिव है उन्होंने लगाई है. फिर उसके बाद हमने एम्बुलेंस को फ़ोन करा और पुलिस को फ़ोन करा. ഇന്നലെ രാത്രി 8:30ഓടെയാണ് സംഭവം നടക്കുന്നത്. തുടക്കത്തിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റെന്തെങ്കിലും തീപിടുത്തമോ ആണെന്നായിരുന്നു സമീപവാസികൾ അടക്കം കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഒരു മനുഷ്യനാണ് ജീവന് വേണ്ടി പിടയുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. മരണത്തോട് മല്ലടിക്കുന്ന ദിബാൻഷിനെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അന്വേഷണത്തിൽ ദിബാൻഷും ഭാര്യയും തമ്മിൽ കുറച്ചു കാലമായി ദാമ്പത്യ തർക്കങ്ങളുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം ദമ്പതികൾക്കിടയിൽ വീണ്ടും വഴക്കുണ്ടായതായും തുടർന്ന് ദിബാൻഷ് ജീവനൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് വ്യക്തമാക്കി. പിന്നീട് ഭാര്യയുടെ വീടിന് പുറത്ത് അയാൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ ദിബാൻഷിന്റെ ഭാര്യ നൽകിയ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ मुझे रॉ एजेंट बताते थे, इनके पास मेरे शादी से पहले के कुछ फोटोज और वीडियोस थे. इन्होंने मुझे कहा था अगर मैं शादी नहीं करूंगी तो मेरे पापा और भाई को मरवा देंगे और जो मेरे वीडियोस और फोटोज हैं वो सब मेरे रिश्तेदारों को भेजेंगे और मेरे घर के नीचे आकर ही अपनी जान देंगे. ये कुछ भी नहीं करते थे. जब भी मैंने काम पे जाने के लिए बोलती थी तो ये मेरे साथ झगड़ा करते थे, मारपीट करते थे और कभी कभार महीने में 1 या 2 दिन ऊबर में 2 घंटे के लिए बाइक चलाने जाते थे.
ഇതുവരെ ദീപാൻഷ് പറഞ്ഞതുപോലെ ഒരു കുറ്റകൃത്യം നടന്നതായി അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇനിയിപ്പോൾ ദീപാൻഷ് പറഞ്ഞതാണെന്ന തരത്തിൽ വീട്ടുടമ നൽകിയ മൊഴി സത്യമാണെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കട്ടെ. ട്വന്റി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.